കൊഴിഞ്ഞു വീണ പൂവാണ് വസന്തത്തെക്കുറിച്ചേറെ വാചാലമാവുക. അല്ലെങ്കിലും ഓർമ്മകൾക്കെന്നും 100 നാവാണ്. നെഞ്ചി പിളർന്നുകൊണ്ട് ചിലർ ചെയ്യുന്ന ശരികളുണ്ട്. കാറ്റു നിറച്ച പന്തിന് പിന്നാലെ നിലം തൊടാതെ ഓടുന്ന ഫുട്ബോൾ ലോകമേ, നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു കൂട്ടം ഇതിഹാസങ്ങളെയാണ്. എന്നാൽ ആ ഇതിഹാസങ്ങൾക്കിടയിൽ ഒരു രാജാവിനെയും നീ ജന്മം നൽകിയില്ലേ? ആ രാജാവ് ഇന്ന് കാറ്റലോണിയൻ കുപ്പായം അഴിക്കുകയാണ്. അതുകണ്ട് കണ്ണു നിറയുന്ന ഒരു കൂട്ടം ജനതയും. എന്തൊരു കാഴ്ചയാണിത്! നമുക്ക് കുറച്ച് പിറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കാറ്റാലന്മാർ വിരിയിച്ചെടുത്ത രാജാവ്. അതെ, വർഷം 2000. റൊസാരിയോയിലെ അർജന്റീനിയൻ സ്പോർട്സ് ക്ലബ്ബായ നെവൽസ് ഓൾഡ് ബോയ്സിൽ കളിക്കുന്ന ഒരു 13 വയസ്സുകാരൻ. ഹോർമോൺ രോഗം ബാധിച്ച് ഇനി ആ പയ്യന് കാൽപന്ത് എന്ന മാന്ത്രികതയിൽ തുടരാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ. രോഗം മാറ്റാൻ അത്രയുള്ള പണവും ആ കുടുംബത്തിൻ്റെ കൈവശം ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സുവർണ ബാലൻ്റെ മാന്ത്രികത പന്ത് കൊണ്ടുള്ള പ്രവചിക്കാൻ പോലുമാവാത്ത നീക്കങ്ങൾ കണ്ട് ബാർസലോണ മുന്നോട്ട് വരുന്നു. ഈ കൊച്ചു ബാലനെ ഞങ്ങൾക്ക് തരുമോ? അവൻ്റെ രോഗം മാറ്റാനുള്ള തുകനങ്ങൾ ഏറ്റെടുക്കാമെന്ന കരാറോടെ അവർ ആ കൊച്ചുബാലിനെ കൊണ്ട് കാറ്റലോണിയയിലേക്ക് പറക്കുമ്പോൾ ആരും കരുതി കാണില്ല ഇത് ഫുട്ബോൾ ലോകം കീഴടക്കാൻ പോകുന്ന രാജാവാണെന്ന്. ബാർസയിലെത്തിയ മെസ്സി ആരോടും മിണ്ടുമായിരുന്നില്ല. 2002 ഫെബ്രുവരിയോടുകൂടി ബാർസയിലെ പ്രധാന മത്സരത്തിൽ ബൂട്ട് കെട്ടിക്കൊണ്ട് കാറ്റാലൻ കപ്പിലെ മിന്നും പ്രകടനം പുറത്തെടുത്ത ആ ബാലനെ തേടി പുതിയ റെക്കോർഡ് വന്നു. ആ ടൂർണമെന്റിലെ 30 മത്സരങ്ങളിൽ നിന്നും 36 ഗോളുകളോടെ തൻ്റെ ടീമിനെ കാറ്റാലൻ കപ്പ് നേടിക്കൊടുത്ത ആ പയ്യനെ ഫുട്ബോൾ ലോകം കൈയടിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടി. ഇതിനകം ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിന് വന്നെങ്കിലും അതെല്ലാം നിരസിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ബാർസയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു. 2014 നവംബർ 14. അന്നാണ് ബാർസയുടെ മെയിൻ ടീമിലേക്ക് ആ 16 വയസ്സുകാരനെ കൊണ്ടുവരുന്നത്. അന്ന് നടന്ന പോർട്ടോക്കെതിരായുള്ള മത്സരത്തിലെ ആ 16-കാരൻ്റെ കളി കണ്ട് ഏവരും അത്ഭുതപ്പെട്ടു പോയി. ആരോടും അധികം സംസാരിക്കാത്ത മെസ്സിയുടെ കരിയറിലേക്ക് ഒരു പുതിയ ചങ്ങാത്തം ആരംഭിക്കുകയാണ്. അതെ, പറയുന്നത് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡീനോയെ തന്നെ. 2005 മെയ് 1 എന്ന തീയതി ഇന്നും ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിലെ ഒരു മായാത്ത ഓർമ്മയായിരിക്കും. ആൽബിസെറ്റിക്കെതിരായുള്ള മത്സരത്തിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് 88-ാം മിനിറ്റിൽ ഏറ്റോയിന് പകരമായി 30-ാം നമ്പർ അണിഞ്ഞ ഒരു 17-കാരൻ ബൂട്ട് കെട്ടിക്കൊണ്ട് ക്യാമ്പിനോവിന്റെ മൈതാനത്തിലേക്ക് കാലുകുത്തുന്നു. ഡീനോയുടെ മനോഹരമായ പാസിനെ ആ 17-കാരൻ സുന്ദരമായി കൺട്രോൾ ചെയ്ത് ഗോൾ വലയിലേക്ക് നിറയൊഴിക്കുന്നു. ഇല്ല, ഫുട്ബോൾ രാജാവിലേക്കുള്ള ആദ്യ കാൽവെപ്പ് അതല്ല. മില്ലിമീറ്ററിന്റെ വ്യത്യാസത്തിൽ ഓഫ്സൈഡ് ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ട് റഫറി ഓഫ്സൈഡ് വിളിക്കുന്നു. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ 91-ാം മിനിറ്റിൽ വീണ്ടും ഡീനോയുടെ ചിപ്പിംഗ് പാസിനെ തൻ്റെ ഇടതുകാലുകൊണ്ട് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പന്തിനെ വലയിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നീട് ഡീനോയുടെ തോളിലേറിയുള്ള സെലിബ്രേഷൻ മായാതെ തന്നെ കൽബിലുണ്ട്. ബാർസയിൽ നിന്നും ഡീനോ പടിയിറങ്ങിയപ്പോൾ 10-ാം നമ്പർ ജേഴ്സി തൻ്റെ ഉറ്റ സുഹൃത്തായ മെസ്സിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള നിമിഷങ്ങളെല്ലാം ചരിത്രവും. ബാർസയ്ക്ക് വേണ്ടി നിരവധി കിരീടങ്ങൾ അവരുടെ ഷെൽഫിൽ എത്തിച്ചു. എല്ലാം നമ്മൾ ആസ്വദിച്ച് കണ്ടില്ലേ? എല്ലാം നമ്മൾ ആഹ്ലാദത്തോടെ കണ്ടില്ലേ? മെസ്സിയെ വിമർശിക്കുന്നവർ കേൾക്കുക. 35ഓളം മേജർ ട്രോഫികൾ അദ്ദേഹം ബാർസയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തു. ഇതിനിടയിൽ 6 ബാലൻ ഡ്യൂറും. ഇത്രയും മികച്ച താരത്തെ ഈ നൂറ്റാണ്ടിലെന്നല്ല ഇനി ലോകത്തിന് തന്നെ ലഭിച്ചേക്കില്ല. മെസ്സി എന്നാൽ ഒരത്ഭുതമാണ്, ഒരിക്കലും തീരാത്ത ഒരത്ഭുതം. വിധി പോലും വിറച്ചു പോയിട്ടുണ്ടാകണം അവൻ്റെ മുന്നിൽ. മാരിയോ ഗോട്സെ പറഞ്ഞതാണ് ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് റൊണാൾഡോയെ പോലെയാകാനാണ് ഇഷ്ടം, കാരണം എനിക്കറിയാം മെസ്സിയെ പോലെയാകാൻ ഒരിക്കലും ആകില്ല. അതെ, അത് ശരി തന്നെയാണ്. മെസ്സിയെപ്പോലെ ഇന്ന് ലോകത്ത് മെസ്സി മാത്രം.
അയാളുടെ കാലിൽ പന്ത് കിട്ടിയാൽ പിന്നെ എങ്ങനെ പോകുമെന്ന് ഇന്നീ ലോകത്തിൽ ഒരാൾക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം അവൻ ലിയണൽ ആന്ദ്രസ് മെസ്സിയാണ്, ഫുട്ബോൾ ലോകത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരേ ഒരു രാജാവ്. എല്ലാം അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതുന്ന സമയം അതാണല്ലോ തുടക്കം. എന്നാൽ ഇനി അവൻ കാറ്റലോണിയൻ കുപ്പായത്തിൽ ഉണ്ടായേക്കില്ല. ഒരിക്കലും വരാത്ത വണ്ണം അയാൾ തിരിച്ചു പോവുകയാണോ? ആരാധകരെല്ലാം കുട്ടികളെപ്പോലെ വാവിട്ട് കരയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് തളർന്നു പോകുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് അയാൾ നടന്നു നീങ്ങുകയാണ്. എത്രയെത്ര സുന്ദര നിമിഷങ്ങൾ. ഇല്ലടാ, ഇനി അയാൾ ക്യാമ്പിനോവിൽ കാണില്ല. കാറ്റലോണിയൻ പുൽമൈതാനങ്ങളെ വിറപ്പിക്കാൻ ഇനി അവനില്ല. മഴവിലഴക് പോലെ സുന്ദര ഫ്രീക്കിക്കുകളും ക്യാമ്പിനോവിൽ നിന്നും മാന് പോയിരിക്കുന്നു. ക്യാമ്പിനോവിനെ വിസ്മയിപ്പിക്കാൻ ഇനി റൊസാരിയോയിലെ രാജാവില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ചില ഇഷ്ടങ്ങളുണ്ട്, അത്രയേറെ ഇഷ്ടമായിരുന്നത് കൊണ്ട് മാത്രം നഷ്ടമായവ. അതിലൊന്നാണ് സാക്ഷാൽ മെസ്സിയുടെ ബാർസ. നിങ്ങളെവിടെയുണ്ടാകുമോ അവിടെ ഞങ്ങളും ഉണ്ടില്ലയോ? നിങ്ങളിലെ പടിയിറക്കം നിറകണ്ണീറുകളോടെ മാത്രം കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഒന്നുറപ്പാണ്, ഇനിയും നിങ്ങൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കും. നിങ്ങളിലെ മാന്ത്രികത കാണാൻ ആകാംക്ഷയിലാണ് ലിയോ. സ്റ്റിൽ വെയിറ്റിംഗ്. ലവ് യു ലിയോ. Keep possession, they're playing with purpose as well. They're getting the ball forward quickly, keeping it on the ground, they're moving off the ball. It's absolutely fantastic, the technique we expect from Barcelona. We've seen them do this to some lesser teams.